ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മുടെ ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്റർ എന്തൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം ഫുള്ളായിട്ടൊന്ന് പഠിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കലല്ല നമ്മളെ പരിപാടി. ഇതിലൂടെ ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ അതിന് ഉത്തരം എഴുതും എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സാണ്. അതായത് ചെറിയ മിനിറ്റുകൾ കൊണ്ട് ഈ ചാപ്റ്റർ മൊത്തമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോവാണ്. ചെറിയ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ എന്താ പറയുക, ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസ് ഓഫ് എ സിംഗിൾ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു സിംഗിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആകെ ഈ ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ മെട്രിക്സ് എന്തായിരിക്കും, അത് തന്നെയായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഓർഡർ ഓഫ് മെട്രിക്സ് ഓർഡർ ടു ആയിട്ടുള്ള, ഇതാണ് ഓർഡർ ടു. ഓർഡർ എന്ന് പറയുന്നത് എം ക്രോസ് എൻ, നമ്മൾ പറഞ്ഞാൽ എം ക്രോസ് എൻ എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു കോളം, അതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, 2x2 മെട്രിക്സ് ആണ് നമുക്ക് തന്നത്. 2x2 മെട്രിക്സിന് ഡിറ്റർമിനന്റ് വരുമ്പോൾ എന്ത് വരും, ഒരു എ എന്നുള്ള മെട്രിക്സ് നമുക്ക് തന്നിട്ട് ഡിറ്റർമിനന്റ് കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിറ്റർമിനന്റ് കാണാന്നുണ്ടെങ്കിൽ വെച്ചാൽ തരില്ല, ഇങ്ങനെ തരിക, ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ എന്നുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വരില്ല. അങ്ങനെ ചെയ്യില്ല, ഇതുപോലൊരു മോഡുലസിന്റെ ഉള്ളിൽ ആ ഒരു മെട്രിക്സ് തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് അല്ല ഫൈൻഡ് നോക്കണ്ട കഴിഞ്ഞാൽ അതെന്താണ്, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കലാണ്. സോ ഈ ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുമില്ല മക്കളെ, നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ചെയ്താൽ ഇതിനാ ഫസ്റ്റുള്ള നമ്പറില്ല, സ്റ്റാർട്ടിങ്ങുള്ള നമ്പർ അതിന്റെ നേരെ എവിടാ ലെങ്ത് ആയി, അതായത് വൈഡായിട്ട് അതിൻ്റെ ക്രോസ് ആയിട്ട് വരുന്ന ഏത് നമ്പറാണോ അതിനെ കൊണ്ട് എന്താക്കുക, അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെയുള്ള എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, എൻ്റെ 2 ആണ്. 2ന് നേരെ ക്രോസ് ആയിട്ടുള്ള ഏതാണ്, 2 തന്നെയല്ലേ. അപ്പോൾ 2 × 2. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ന് കഴിഞ്ഞാൽ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അത് മൈനസ് ചെയ്യലാണ്. എന്തിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്, പിന്നെ നമുക്ക് കാണുന്നത് രണ്ടാമത്തെ നമ്പർ ഉണ്ടല്ലോ, ആ രണ്ടാമത്തിന് നമ്മൾ ക്രോസ് ആയിട്ടൊരു നമ്പർ ഉണ്ടല്ലോ, രണ്ടാമത്തെ നമ്പറിന് ക്രോസ് ആയിട്ട് അത് രണ്ടും തമ്മിൽ എന്താക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഫസ്റ്റ് നമ്പറും അതിന് ക്രോസ് ആയുള്ള നമ്പറും മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം മൈനസ് രണ്ടാമത്തെ നമ്പറും അതിന് ക്രോസ് ആയുള്ള നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്ത് വരും, 4 മൈനസ് എന്ത് വരും, -4 വരുമല്ലോ. ദാറ്റ് ഈസ് 4 + 4 = 8. ഇങ്ങനെയാണ് 2x2 ഡിറ്റർമിനന്റ് നമ്മൾ എന്താക്കുന്നത്, ഫൈൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താക്കാം, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ എന്താക്കുക, സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ അവിടെ കാണിച്ചു തരാം. നമ്മൾ ലൈവ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താക്കുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സോ നമ്മൾ അടുത്തെന്താണ്, 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ 2x2 പഠിച്ചു, എന്ത് നോക്കണം, 3x3 എന്ന് പറഞ്ഞാൽ 3x3 എന്ന് പറഞ്ഞാൽ ശരിക്കും 2x2 മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് കണ്ടു, ചിലപ്പോൾ ഡിറ്റർമിനന്റ് ഉണ്ടാവില്ല, ഈ ഒരു ചിഹ്നം മാത്രമേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒന്നെങ്കിൽ ഒന്നാമത്തെ റോ, അല്ലെങ്കിൽ രണ്ടാമത്തെ റോ, അല്ലെങ്കിൽ മൂന്നാമത്തെ റോ, അല്ലെങ്കിൽ നേരെ അതേപോലെ ഓപ്പോസിറ്റ് എന്താക്കുക, കോളംസോ എന്താക്കുക, സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം, ഇതിലേതെങ്കിലും ഒന്ന് എന്താക്കുക, സെലക്ട് ചെയ്യുക. ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഒന്നാമത്തെ റോ സെലക്ട് ചെയ്യലാണ്. ഒന്നാമത്തെ റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. സോ ഒന്നാമത്തെ റോ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. ഒന്നാമത്തെ റോ എൻ്റെ സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഫസ്റ്റ് നമ്പർ, ഒന്നാമത്തെ റോയിലെ ഫസ്റ്റ് നമ്പർ ഞാൻ സെലക്ട് ചെയ്തു. ഒന്നാമത്തെ റോയിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്, 1 അല്ലേ, അതിനെ ഞാൻ സെലക്ട് ചെയ്തു, 1 എന്ന് ഇവിടെ എഴുതി. ഇനി അടുത്ത എൻ്റെ പണി എന്താണ്, ബാക്കി എന്താക്കുക, ഈ 1ന് നേരെയുള്ളവനെയും അതേപോലെ തന്നെ 1ന് താഴോട്ടുള്ളവനെയും എന്താക്കുക, അങ്ങ് ഒഴിവാക്കുക. 1ന് നേരെയുള്ളവനെയും 1ന് താഴോട്ടുള്ളവനെയും അങ്ങ് ഒഴിവാക്കുക. ബാക്കി നമുക്കുള്ളത് എന്താണ്, ഒരു 2x2 മെട്രിക്സ് ആണല്ലോ, ഒരു 2x2 മെട്രിക്സ് ആണല്ലോ, അതിനെ ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതി കൊടുക്കുക. ഏതാണ്, 3 0 1 0 ആണല്ലോ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, ഈ ഡിറ്റർമിനന്റ് 2x2 ഡിറ്റർമിനന്റ് കാണുന്ന ടൈമിൽ നിങ്ങൾ ആൾട്ടർനേറ്റ്ലി എന്തിടണം, പ്ലസ് മൈനസ് പ്ലസ്. ആൾട്ടർനേറ്റ്ലി എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, അതായത് ഫസ്റ്റത്തെ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും, രണ്ടാമത്തെ എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. പ്ലസ് മൈനസ് പ്ലസ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ നമ്പറിലെ ഈ നമ്പറിനെ നമ്മൾ എന്താ വിളിക്കുക, നമ്മൾ സാധാ മെട്രിക്സിൽ എ എന്നുള്ള ഒരു മെട്രിക്സിലാണെങ്കിൽ A11 A12 A13 A21 A22 A23 A31 A32 A33 ഇങ്ങനെയല്ലേ നമ്മൾ വിളിക്കുക. അതായത് ഈ രണ്ട് നമ്പറും, അതായത് നമ്മൾ താഴെയുള്ള ആ രണ്ട് നമ്പറും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ഒരു റോ ചൂസ് ചെയ്തു. ഈ റോ ചൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് നമ്പർ രണ്ടും കൂട്ടിയാണെങ്കിൽ എന്താ കിട്ടുക, 1 + 1 2 ആണ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ്. അപ്പോൾ എനിക്ക് സൈൻ എന്ത് വരും, പോസിറ്റീവ് വരും. ഇനി അടുത്ത എന്താണ്, 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ എന്താണ്, ഓടാണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് വരും. അടുത്തെന്താണ്,
1+3 4. അതെന്താണ്? ഈവൺ ആണ്. ഈവൺ ആയതുകൊണ്ട് അവിടെ അടുത്ത് വരും പ്ലസ് വരും. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ഒരു റോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റോ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് 2+1 3 ആണ്. അതെന്താണ്? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന പ്ലസിന് പകരം എന്തിടേണ്ടി വരും? മൈനസ് ഇടേണ്ടി വരും. ഫസ്റ്റ് മൈനസ് വന്നാൽ ബാക്കി ആൾട്ടർനേറ്റീവ് ഇട്ടോ, അടുത്തെന്ന് തരുക പ്ലസ് വരിക, പിന്നെ തരുക മൈനസ് വരിക. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന റോനനുസരിച്ചിരിക്കും അതിന് വരുന്ന ചേഞ്ചസ്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം ബാക്കിയുള്ളൊക്കെ ഞാൻ പോവാണ്. ഞാൻ എന്തൊക്കെയാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ അതിൽ തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് നമ്പർ 1 ഞാൻ സെലക്ട് ചെയ്തു. എൻ്റെ 1ൽ എന്താണ്? 1+1 ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ്. അപ്പം ഒരു പോസിറ്റീവ് വന്നു. ബാക്കി എന്തുണ്ട്? അടുത്ത ആൾട്ടർനേറ്റീവിൽ മൈനസ് കൊടുത്തു. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോ ആണല്ലോ ഞാൻ സെലക്ട് ചെയ്തത്. ഇതിലെ രണ്ടാമത്തെ നമ്പർ ചൂസ് ചെയ്യുക. രണ്ടാമത്തെ നമ്പർ ചൂസ് ചെയ്യുക. ആ രണ്ടാമത്തെ നമ്പർ എന്താക്കുക? അതുപോലെ എന്താക്കുക? ഇവിടെ എഴുതി കൊടുക്കുക 2 എഴുതി കൊടുത്തല്ലോ. ഇനി എന്താക്കുക? നേരത്തെ സെയിം പോലെ അതിന് നേരെയുള്ളതും അതിന് താഴോട്ടുള്ളതുമായ അതിന് നേരെയും അതിന് താഴോട്ടുള്ളതുമായ എല്ലാ നമ്പറിനെയും ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ഒരു 2/2 മെട്രിക്സ് കിട്ടുമല്ലോ. നോക്കി നിങ്ങൾ ഇതാ ഇവിടെ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവവും ഈ ഒരു റോ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 1 2 3 4 അങ്ങനത്തെ ഒരു -1 0 4 0 എന്നുള്ള ഒരു 2/2 മെട്രിക്സ് നമുക്ക് കിട്ടുമല്ലോ. അതിനെ ഡിറ്റർമിനന്റ് ആക്കിയിട്ട് എന്താക്കുക? എഴുതി കൊടുക്കുക. ഡിറ്റർമിനന്റ് എന്താണ്? -1 0 4 0 -1 0 4 0. അടുത്ത പ്ലസ് മൈനസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പ്ലസ്. ആൾട്ടർനേറ്റീവിലേക്ക് കൊടുത്തോളൂ. ഏതെങ്കിലും ഒന്നിൻ്റെ എന്താക്കിയ ഫസ്റ്റത്തെ നമ്മൾ എന്താക്കുക? ഏതാണ് ഓർഡർ? പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ബാക്കി ആൾട്ടർനേറ്റീവിൽ എന്താക്കിയാൽ മതി? ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അടുത്ത എന്താണ്? ഫസ്റ്റ് റോ ആണല്ലോ സെലക്ട് ചെയ്ത്. ഇപ്പം മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തു. മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്ത് അതിൻ്റെ താഴോട്ടും നേരെയും ഉള്ളതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് -1 4 അല്ലേ? അപ്പോൾ 4 ഫസ്റ്റ് ചെയ്തു. 4 എഴുതി കഴിഞ്ഞാൽ ബാക്കി ഡിറ്റർമിനന്റ് എന്ത് വരും? -1 3 4 1 -1 3 4 1. ഓക്കെ, ഇനി 2/2 മെട്രിക്സ് നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത കണ്ടിക്കല്ലോ. അത് സോൾവ് ചെയ്യുക, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കി ഫുള്ളി സോൾവ് ചെയ്തിട്ട് ഉത്തരം ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ എന്താക്കുന്നില്ല അധികം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും വീഡിയോ ലെങ്ത് ആയിപ്പം. ഈ സംഭവത്തിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താക്കി നമ്മളെ ലൈവിൽ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് +2 യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്താക്കാം 2/2 3/3 മെട്രിക്സ് എന്താ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതെന്താക്കുക നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത വരുന്ന മക്കളെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, നമ്മൾ ഇത്രയും നേരം ഇത് ഡിറ്റർമിനന്റ് കാണാൻ പഠിച്ചില്ലേ, അതേപോലെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കൽ തന്നെയാണ് നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിളും പഠിക്കാനുള്ളത്. പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രയാങ്കിൾ എന്താണ്? ഒരു 3 പോയിന്റ്സ് ഉള്ള 3 പോയിന്റ്സുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്. ഈ 3 പോയിന്റുകൾ യോജിപ്പിക്കുന്ന ഒരു ഇതല്ലേ നമ്മൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പം എനിക്കിവിടെ ഏതൊക്കെ പോയിന്റ് ഉണ്ടാവും? x1 y1 ഉണ്ടാകുമല്ലോ. അതുപോലെ തന്നെ x2 y2 ഉണ്ടാകുമല്ലോ. x2 y2 ഉണ്ടാകും. അതുപോലെ തന്നെ x3 y3യും ഉണ്ടാകുമല്ലോ. x3 y3യും ഉണ്ടാകും. അങ്ങനെ 3 പോയിന്റ്സ് എനിക്ക് ഉണ്ടാകുമല്ലോ. 3 പോയിന്റ്സ്. അപ്പം 3 പോയിന്റ്സ് തന്നെ കിട്ടിയേ. അപ്പം ഈ 3 പോയിന്റ്സ് തന്നിട്ട് ഇതിൻ്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, x1 x2 x3 ഇത് 3 എന്താക്കുക നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഒരു മെട്രിക്സ് എടുക്കുക. ആ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളമായിട്ട് ഈ x1 x2 x3 എഴുതുക. y1 y2 y3 സെക്കൻഡ് കോളം ആക്കിയിട്ട് എഴുതുക. മൂന്നാമത്തെ കോളമായിട്ട് എന്ത് കൊടുക്കുക? 1 1 1 തന്നെ കൊടുക്കുക. എന്നിട്ട് എന്താക്കുക? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടിട്ട് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? ഉത്തരം കിട്ടും. സോ ഞാൻ എന്താ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇവിടെ എന്തുണ്ട്? ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ 3 8 ഉണ്ട്, -4 2 ഉണ്ട്, 5 1 ഉണ്ട്, 3 ഉണ്ടല്ലോ. ഇതിൽ എൻ്റെ x1 x2 x3 അതേപോലെ തന്നെ y1 y2 y3 ഇത് രണ്ടും ഞാൻ എന്താക്കുക? എഴുതി വെക്കാലോ. x1 എന്താണ്? 3 അല്ലേ? 3. x2 എന്താണ്? -4 ആണല്ലോ. ഓർഡർ തന്നെ കൊടുത്തോ. -4. x3 എന്താണ്? ദാറ്റ് ഈസ് 5. അടുത്ത y1 എന്താണ്? 8 ആണല്ലോ. y2 എന്താണ്? 2 ആണല്ലോ. y3 എന്താണ്? 1 ആണ്. കൊടുത്തല്ലോ. ഇനി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ഏരിയ കണ്ടുപിടിക്കാൻ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അതെവിടെയാണ്? 1/2 x1 y1 2 - y3 + x2 3 ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ എന്താക്കുന്നത് കൊടുക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പം കൊടുക്കേണ്ട ഫസ്റ്റ് എന്താണ്? ഹാഫ് ഇൻറ്റു നോക്കട്ടെ. അപ്പം ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഉള്ളിൽ എഴുതിക്കോ. എന്തൊക്കെയാണ് x1 x2 x3 നമ്മൾ എടുത്തില്ല, അത് അങ്ങനെ തന്നെ എടുത്തു എഴുതിക്കോ. 3
-4 5 അല്ല 3 -4 5. അടുത്തതാണ് 8 2 1. 8 2 1 ആയല്ലോ. 1 1 1. ഇതങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, അതിനെന്താക്കുക 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും. ഇതാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള വൈ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ്, അല്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കുക, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താക്കുക അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇതിലെന്താക്കാണ് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്തായിട്ട് എടുക്കുക, മൂന്നാമത്തെ പോയിന്റ് എന്തായി ചൂസ് ചെയ്യുക, എക്സ് വൈ ആക്കിയിട്ട് ചൂസ് ചെയ്യുക. എക്സ് വൈ ആക്കിയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഈസി ആയിട്ട് ആ ഒരു ഇക്വേഷൻ കിട്ടും എക്സ് വൈൻ്റെ കേട്ടതിൽ. ഇനി മൂന്നാമത്തെ പോയിന്റ് K0 എന്നെടുത്തിട്ട് അതിൻ്റെ 3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഏരിയ എന്ന് എടുത്ത് കഴിഞ്ഞാൽ ഇതിനും ഏരിയ 3 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം. മൂന്നാമത്തെ പോയിന്റ് എക്സ് വൈ എന്ന് എടുത്താൽ മതി. എന്നിട്ട് Kയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ലൈവ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താക്കുക ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യാം. ഇനി അടുത്തതാണ് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്. മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ് ശ്രദ്ധിച്ചോ, രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്. എന്താണ് ബന്ധമെന്ന് ഞാൻ പറഞ്ഞുതരാം. മൈനസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഞാൻ മൈനസിന് ഒരു എം എന്നുള്ളൊരു കൊടുത്തു. അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് M11 M12 M13 M14 M15 M16 സോറി 15 കണ്ടോ, സോറി കേട്ടോ, മിസ്റ്റേക്കാണ്. ഇപ്പം M11 12 13, അതേപോലെ 21 22 23 31 32 33. ഇതാണ് നമ്മൾ നോക്കുന്നത് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സ് ആണ്. കോഫാക്ടർ മൈനസിനെ ഇങ്ങനെ ഓർഡറിൽ എഴുതിയതിന് ശേഷം ആൾട്ടർനേറ്റ്ലി പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്നതിനെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് M11 കിട്ടുന്നതിനെ കൊണ്ട് എന്താക്കുക പ്ലസ് 1 മൾട്ടിപ്ലൈ, അത് തന്നെ M12 കിട്ടുന്നത് എന്താക്കുക മൈനസിനെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ കോഫാക്ടർ. ഇനി എന്താണ് മൈനസ് നോക്കണ്ടേ, നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു M11 കണ്ടുപിടിക്കണമെങ്കിൽ ഈ M11ൻ്റെ പൊസിഷൻ ഏതാണ്, A11ൻ്റെ പൊസിഷൻ ആണല്ലോ. A11ൻ്റെ പൊസിഷൻ ഏതാണ് ഇവിടെ, ഇതാണല്ലോ. M11ൻ്റെ പൊസിഷൻ A11ൻ്റെ പൊസിഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് നേരെയും അതിന് താഴെയുള്ളയും ഒഴിവാക്കുക. അതിന് നേരെയും അതിന് താഴെയുള്ളയും ഒഴിവാക്കിയതിന് ശേഷം ബാക്കി എനിക്കുന്നുണ്ട് ഒരു 2/2 മെട്രിക്സ് ഉണ്ടാവല്ലോ. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അതായത് M11 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എന്ത് വരും 5 6 8 9. അത് കണ്ടുപിടിച്ചാൽ ഈ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, M11 അതായത് എൻ്റെ മൈനസ് M11 കിട്ടും. ഇനി അത് കോഫാക്ടർ ആക്കിയിട്ട് എഴുതുന്ന ടൈമിൽ ഇവിടെ M11 ആയിക്കൊണ്ട് നോക്കണം, ഒരു പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത M12 കണ്ടുപിടിക്കണം. എന്താണ് ഇതുപോലെ തന്നെ M12 കണ്ടുപിടിക്കണം നോക്കിയത് ഇതാ ഈ ഒരു സംഭവമാണ്. അപ്പം ഇതിന് നേരെയും ഇതിന് താഴെയുള്ള പോയി കഴിഞ്ഞാൽ ബാക്കി എനിക്ക് എന്തുണ്ട് 4 6 7 9 ഉണ്ട്. 4 6 7 9 അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, M12 കിട്ടും. M12 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്ക് കോഫാക്ടറിലൊക്കെ എഴുതണമെങ്കിൽ അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനാണ് ഞാൻ ആൾട്ടർനേറ്റീവ്ലി മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസുള്ള എന്താക്കിയത് സൈന് കൊടുത്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മൈനസ് ആൻഡ് ഫോർ. അപ്പോൾ മൈനസ് എല്ലാം കണ്ടുപിടിച്ചാൽ മാത്രമേ എന്തൊക്കെ എഴുതാൻ പറ്റുള്ളൂ, കോഫാക്ടേഴ്സ് എഴുതാൻ പറ്റത്തുള്ളൂ. കോഫാക്ടർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഫാക്ടറിൻ്റെ എന്താണ് ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നോക്കണം. അപ്പം കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് നമുക്ക് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാലോ, റോ ആൻഡ് കോളത്തിന് ഇന്റർചേഞ്ച് ആയിട്ട് ചെയ്യുന്നത്. A11 A12 A13 ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി വേണം പറഞ്ഞുതരാം. നമ്മൾ M11 അടിച്ചില്ലേ, പ്ലസ് ഇൻറ്റു M11 ആണ്. അതായത് A12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു M12 ആണ്. അങ്ങനെ ഓർഡറിൽ അങ്ങനെ എഴുതി വെക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റീവ്ലി കൊടുത്താലും മതി. അപ്പോൾ അതാണ് എന്ത് കോഫാക്ടർ. അതിൻ്റെ ട്രാൻസ്പോസ് ആണ് നമ്മൾ എന്തെന്ന്, അതിൻ്റെ ട്രാൻസ്പോസ് ആണ് നമ്മുടെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ റോയിനും കോളത്തിനും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. റോയും കോളം ഇന്റർചേഞ്ച് ചെയ്യുന്ന ട്രാൻസ്പോസ് എടുക്കും. ട്രാൻസ്പോസ് ഓഫ് എ കോഫാക്ടർ മെട്രിക്സ് ആണ് നമ്മുടെ അഡ്ജോയിന്റ് ഓഫ് എ. ഇനി അഡ്ജോയിന്റ് ഓഫ് ഈ ഒരു 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ഓഫ് എ ആണ്. ഒന്നുമില്ല മക്കളെ, ഇത് രണ്ടും തമ്മിൽ എന്താക്കി മതി, ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുക. 4ഉം 2ഉം തമ്മിൽ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുക. എന്ത് വരും, അപ്പോൾ 4 2 എന്ന് വരും. ബാക്കി രണ്ടിനും എന്താക്കിയാൽ മതി, ഒരു മൈനസ് കൊടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, അഡ്ജോയിന്റ് ഓഫ് എ കിട്ടും. അഡ്ജോയിന്റ് ഓഫ് എ കിട്ടും. ഇത്രയാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് 2/2 മെട്രിക്സിന്റെ. ഇനി 3/3 മെട്രിക്സ് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് കുറച്ച് എന്താണ് അഡ്ജോയിന്റ് ഓഫ് എന്റെ പ്രോപ്പർട്ടിയാണ്. ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്നുമില്ല, എ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാലും അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാലും എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ. ഡിറ്റർമിനന്റ് ഓഫ് എ കാണാൻ നമുക്കറിയാലോ, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐനോട് ഈക്വൽ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐനോട് ഈക്വൽ ആണ്. അതേപോലെ ഒരു മെട്രിക്സ് സിംഗുലാർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിന് ഡിറ്റർമിനന്റ് എന്തായിരിക്കണം,
എ ഈക്വൽ ടു 0 ആയിരിക്കണം. സിംഗുലാറിനെ കുറിച്ചുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. സിംഗുലാർ മെട്രിക്സ് എന്നാണ് നമുക്കതിനെ വിളിക്കാൻ പറ്റുക. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ അതിനൊരു ഇതുണ്ടാവല്ലോ. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ്? നോൺ സിംഗുലാർ ആണ്. ഒന്നുമില്ല, സിംഗുലാർ അല്ലെങ്കിൽ എന്താണ്? നോൺ സിംഗുലാർ. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ സിംഗുലാർ ആണെങ്കിൽ, ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? നോൺ സിംഗുലാർ ആണ്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എക്സ്, ഉദ്ദേശിച്ചോളെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്തിനടുത്ത് ഈക്വലായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു n മൈനസ് 1. ഈ n എന്തെന്നാ? n എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡർ ആണ്. n എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡർ ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു n മൈനസ് 1 ആണ്. ഇനി അതൊക്കെ വെച്ച് നോക്കാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഒരു സംഭവമാണ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഈ ഒരു എ ഇൻവേഴ്സിനെ വെച്ചിട്ടാണ് അധിക പ്രോബ്ലംസ് ചോദിക്കാറ്. മോസ്റ്റ്ലി ഈ ഒരു എ ഇൻവേഴ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജോയിന്റ് എന്ത് കാണണം? മൈനസ് കാണണം. മൈനസ് കണ്ടിട്ട് പ്ലസ് ഓർ മൈനസ് അൾട്ടർനേറ്റീവ് കൊടുത്തതിന് ശേഷം കോഫാക്ടർ കിട്ടും. അതിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക. 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ് നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഇൻവേഴ്സ് എന്താണ്? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താക്കുന്നുണ്ട് നമ്മുടെ ലൈവിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഈ ഒരു വൺ ഷോട്ട് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഒരു അത്രയും വലിയ ലൈവുകൾ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രമുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ് നമുക്ക് ഇവിടെ തരുന്നത്. സോ ഇനിയുള്ള കാര്യമാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് എന്താക്കാം, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എല്ലാം ചെയ്ത് നോക്കാം. എല്ലാം ഞാൻ ലൈവിലാണ് ചെയ്തേക്കുന്നുണ്ട്. ഇനി ഒരു ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവും. അപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ഓഫ് മെട്രിക്സ്, ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഒറ്റയടി കിട്ടാറ്. അതായത് ഒരു ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെന്താ വിളിക്കാം? കൺസിസ്റ്റൻ്റ് എന്ന് വിളിക്കാം. കൺസിസ്റ്റൻ്റ് സിസ്റ്റം എന്താക്കും? അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിലോ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യെങ്കിൽ അത് എന്തായിരിക്കും? ആ ഇക്വേഷൻ എന്തായിരിക്കും? കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്താണ് ഇക്വേഷൻ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതുപോലൊരു ഇക്വേഷൻ പറഞ്ഞിട്ട് നമ്മുടെ XYZ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ഇതിലുള്ള A1 B1 C1 A2 B2 C2 A3 B3 C3 എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം? ഒരു A എന്നുള്ള മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കുന്നു. അതേപോലെ നമുക്ക് XYZ എന്നുള്ളതുണ്ടല്ലോ, അത് X എന്നുള്ള പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. എന്നിട്ട് B എന്നുള്ളത് നമുക്ക് എന്താക്കുന്നത്? നമ്മുടെ ഉത്തരമായി D1 D2 D3 എന്നുള്ളത് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? AX = B എന്നുള്ള ഫോർമാറ്റിൽ മാറ്റിയത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പം AX = B എന്ന് നമുക്ക് ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്താക്കാം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ A ഇൻവേഴ്സ് ഓഫ് B കണ്ടുപിടിക്കാം. A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. B ഓൾറെഡി നമുക്ക് തരും. അത് കഴിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മക്കളെ എക്സ് കണ്ടുപിടിക്കാനുള്ള A ഇൻവേഴ്സ് ഓഫ് B ആണ്. അതായത് A ഒരു നോൺ സിംഗുലാർ ആണെങ്കിൽ, നോൺ സിംഗുലാർ എന്നാണ് ഡിറ്റർമിനന്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. നോൺ സിംഗുലാർ ആണെങ്കിൽ അതായത് എന്താണ്? 1 ഡിറ്റർമിനന്റ് ഓഫ് A ആണെന്തത്? A ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് A ആണ് നമ്മുടെ A ഇൻവേഴ്സ്. A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാലല്ലേ എക്സിന് വാല്യൂ കണ്ടുപിടിക്കുള്ളൂ. A ഇൻവേഴ്സ് ഇൻറ്റു B അല്ലേ? അപ്പം A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഡിറ്റർമിനന്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഡിറ്റർമിനന്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ സിംഗുലാർ മാട്രിക്സ് ആണ്. അപ്പോൾ ചോദിക്കും ഷോ ദാറ്റ് ദിസ് എ നോൺ സിംഗുലാർ മാട്രിക്സ് ആൻഡ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മാട്രിക്സ് എന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആണ്. നോൺ സിംഗുലാർ മാട്രിക്സ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0 ആണെങ്കിൽ ഉടനെ നമുക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അഡ്ജോയിന്റ് ഓഫ് A ഇൻറ്റു B നോക്കാം. അഡ്ജോയിന്റ് ഓഫ് A ഇൻറ്റു B എന്നാണ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതെന്തുണ്ടാവില്ല? സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്തായിരിക്കും? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം, രണ്ടിനും സാധനം. ഇനി അഡ്ജോയിന്റ് ഓഫ് A ഇൻറ്റു B എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റേ ചെയ്യൂല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ എന്താക്കുക? ആ ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ മാറ്റി എഴുതാം? 2 5 3 2 എന്താക്കാം? X Y എന്താ കണ്ടുപിടിക്കാം? D എന്തരും 1 7 ഇതാ. ഇതുപോലെ ഇതിനെ മാറ്റി എഴുതാം. മാറ്റിയതിന് ശേഷം എന്താക്കാം? പ്രത്യേകം 2 2 5 3 2. അതായത് ഫസ്റ്റ് ഇതിൻ്റെ കൂടെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് എഴുതിയിട്ട് ഒരു A എന്നുള്ള മെട്രിക്സ്. എക്സ് എന്താണ്? ഇവിടെ എക്സും വൈയും മാത്രമേ ഉള്ളൂ. D എന്താണ്? 1 7. അപ്പം ഇതാണ് നമ്മുടെ
മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് എന്താക്കാം എ ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാലോ, അതൊക്കെ കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അടുത്ത അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ ഇതും എന്താക്കുക നിങ്ങൾ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിൽ എന്താക്കുക എക്സ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ കണ്ടുപിടിച്ചാൽ മതി, എ ഇൻവേഴ്സ് ഓഫ് ബി. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി, 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. അപ്പം ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 അല്ല എന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയുമാണ് ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പം നമ്മൾ എന്താക്കുക, പ്രോബ്ലംസ് മാക്സിമം ചെയ്ത് നോക്കിയിട്ട് എന്താക്കുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ.